ഓം തപോവന ശ്രീ സത്യസായി സച്ചരിതം അധ്യായം 3. സംഭവാമി യുഗേ യുഗേ. പരബ്രഹ്മം പ്രേമസ്വരൂപം, പ്രേമപൂർണം. പ്രേമം പ്രേമത്തിൽ ലയിക്കുമ്പോൾ പൂർണ്ണതയായി. പ്രേമപൂർണതയുള്ളവനാരോ അവൻ സർവ്വവ്യാപിയായി പരിപൂർണതയിൽ ലയിക്കാൻ അർഹനാണ്. ബാബ. പുട്ടവർദ്ധിനി. ഇന്നത്തെ പുട്ടവർത്തി പുരാതന കാലത്ത് അറിഞ്ഞിരുന്നത് ഗൊല്ലപ്പള്ളി എന്ന നാമത്തിൽ. അന്ന് ഗ്രാമം മുഴുവനും ഗോക്കളും ഗോപാലകന്മാരുമായിരുന്നു. പശുക്കളെ രാവിലെ പുൽമേടുകളിലേക്ക് വിടും. മേഞ്ഞു കഴിഞ്ഞ് അവ വൈകുന്നേരം തിരിച്ചെത്തും. ഒരിക്കൽ ഒരു ഗോപാലൻ തൻ്റെ പശുക്കളിൽ ഒന്നിൻ്റെ അകിട് പലപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നത് ശ്രദ്ധിച്ചു. പാൽ ആരോ മോഷ്ടിക്കുന്നതാണെന്ന് അയാൾ കരുതി. പശുവിൻ്റെ കൂടെ പതുക്കി ചെന്ന് കള്ളനെ പിടികൂടാൻ അയാൾ തീർച്ചയാക്കി. പതിവ് പോലെ പിറ്റേ ദിവസം പശു പുൽമേട്ടിലേക്ക് പോയി. ഗൂഢമായ ഗോപാലനം. പശു ഒരു സർപ്പപ്പുറ്റിനടുത്തെത്തി. അവിടെ അത്ഭുതകരമായ ഒരു കാഴ്ച അയാൾ കണ്ടു. പുറ്റിൽ നിന്നൊരു സർപ്പം പുറത്തിറങ്ങി വന്നു. പശുവിൻ്റെ പിൻകാലുകളിൽ ചുറ്റി മുകളിലോട്ട് കയറി അകിട്ടിൽ നിന്നും സർപ്പം പാല് കുടിക്കാൻ തുടങ്ങി. ഗോപാലിനെ നിയന്ത്രിക്കാനായില്ല. ഇതൊരു അസാധാരണ സർപ്പമെന്നോ ദിവ്യമായ രംഗമെന്നോ അയാൾക്ക് ചിന്തിക്കാനായില്ല. അയാൾ ഒരു വലിയ കല്ലെടുത്ത് എറിഞ്ഞു. ഏറുകൊണ്ട് സർപ്പം വീണു. കല്ലിൽ ചോര പുരണ്ടു. സർപ്പം കൊല്ലപ്പെട്ടു. ആ സംഭവത്തിന് ശേഷം കൊല്ലപ്പള്ളിയിൽ ഗോപാലന്മാരുടെ കുടുംബങ്ങളിലെ എണ്ണം കുറയാൻ തുടങ്ങി. കുന്നുകളിൽ സർപ്പപ്പുറ്റുകൾ ഉയരാനും തുടങ്ങി. തങ്ങളുടെ ദുരിതത്തിന് മൂല കാരണം ഏറുകൊണ്ട് കൊല്ലപ്പെട്ട സർപ്പത്തിൻ്റെ ശാപമാണെന്ന് ഗ്രാമീണർ വിശ്വസിച്ചു. കാലം കടന്നുപോയി. കൊല്ലപ്പള്ളിയിൽ സർപ്പപ്പുറ്റുകൾ നിറഞ്ഞു. അത് പുട്ടവർദ്ധിനിയായി. സർപ്പപ്പുറ്റുകൾ വർദ്ധിച്ച സ്ഥലം. പശ്ചാത്താപ നിർഭരനായ ഗ്രാമീണർ രക്തക്കറ പുരണ്ട കല്ലെടുത്ത് നിത്യാരാധനയ്ക്കായി ഗ്രാമത്തിൽ പ്രതിഷ്ഠിച്ചു. അതിന് ഗോപാലസ്വാമി എന്ന് പേരുമിട്ടു. ആകർഷണീയമായ കൃഷ്ണനാമം ഗോപാലന്മാരുടെ ഇടയിൽ വളർന്ന ഉണ്ണിക്കണ്ണൻ്റെ ബാല്യകാലവും രസകരമായ കുസൃതികളും നേരം പോക്കുകളും സ്മരണയിൽ ഉണർത്തി. ശൈശവത്തിൽ കണ്ണൻ വെണ്ണയും പാലും മോരും കളിയായി കവർന്നു കൂട്ടുകാർക്കും നൽകിയ താനും കഴിച്ചു. പാപപരിഹാരത്തിനായ പ്രായശ്ചിത്തമായി ഗ്രാമീണർ ആ ശില കൃഷ്ണവിഗ്രഹമായി കരുതി ആരാധിച്ചു തുടങ്ങി. താമസിയാതെ ഗ്രാമത്തിൽ ക്ലേശങ്ങൾ അകലാൻ തുടങ്ങി. പുരോഗതി വന്നു. ഗ്രാമം പുട്ടപർത്തി എന്നറിയപ്പെടാനും തുടങ്ങി. മഹാനായ ഭരണാധികാരി വിജയനഗര ചക്രവർത്തി കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് ധീരന്മാരായ പടയാളികളുടെ ശക്തമായ കോട്ടയായി ഇവിടം കീർത്തി കേട്ടിരുന്നു. ഗ്രാമീണർ രാജസേനയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന കാലം അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് പാരമ്പര്യ രീതിയിൽ പൂജാദികൾ ചെയ്യാനുള്ള വിപുലമായ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. അതോടെ ഗ്രാമത്തിൽ ഐശ്വര്യം കൂടി വന്നു. ഭഗവാൻ സത്യസായി ബാബയുടെ അവതാരശേഷം ആ ശിലയുടെ ദിവ്യത്വം അവിടുന്ന് ഒന്നുകൂടി ഉറപ്പാക്കി കൊടുത്തു. ഒരിക്കൽ സ്വാമിയുടെ നിർദ്ദേശത്താൽ ശിലയിൽ അഭിഷേകം ചെയ്ത് ചന്ദനലേപം നടത്തി. ഭക്തജനങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശിലയിൽ ഒരു രൂപം തെളിഞ്ഞു. ഓടക്കുഴലേന്തി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ. പുട്ടപർത്തിയിൽ രത്നാകരം എന്നൊരു കുടുംബമുണ്ട്. സമുന്നതരായ ഭക്തന്മാരുടെ ആയിരുന്നു ആ കുടുംബം. മഹാനായ ഋഷി വെങ്കവദൂതൻ ആ കുടുംബത്തിലെ പിതാമഹന്മാരിൽ ഒരാളായിരുന്നു. ശ്രീ സത്യസായി ബാബയുടെ പൃഥു ശാഖയിലെ മുത്തച്ഛൻ. കൊണ്ടമ്മ രാജു അത്യാത്മീയമായി വളരെ ഉയർന്നയാൾ. ഭക്തോന്മതൻ. ഭാഗവത രാമായണാദികളിൽ നിന്നും കഥകൾ മനപാഠം ചൊല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരിക്കൽ കൊണ്ടമ്മരാജുവിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. അതനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗ്നി സത്യഭാമ ദേവിക്കായി അദ്ദേഹം ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചു. ഇപ്പോഴത് പുട്ടപർത്തിയിൽ സത്യമാ ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ലക്ഷ്മമ്മ കൊണ്ടമ്മരാജുവിൻ്റെ ഭാര്യ. ആ പുണ്യാത്മാക്കൾക്ക് 2 സന്താനങ്ങളുണ്ടായി. വെങ്കാവധൂതനെ സ്മരിച്ചുകൊണ്ട് അവർ കുട്ടികൾക്ക് പെദ്ദ വെങ്കപ്പരാജു എന്നും പിന്നെ ചിന്ന വെങ്കരാജു എന്നും പേരിട്ടു. ഇരുവരും പിതാവിനെ പോലെ ഹരികഥാലാപനത്തിലും ഭജനയിലും നിപുണരായി. ഈശ്വരാമ്മ. കൊണ്ടമ്മരാജുവിൻ്റെ ചില അടുത്ത ബന്ധുക്കൾ കോളിമിഗണ്ടല ഗ്രാമത്തിൽ താമസമുണ്ട്. കർണൂൽ ജില്ലയിലെ കോയിൽഗുണ്ടല താലൂക്കിലാണ് ഈ ഗ്രാമം. മിന്നാരഗണ്ട എന്നാണ് അവരുടെ കുടുംബപ്പേര്. ആ കുടുംബത്തിലെ സുബ്ബമ്മ രാജു ഗ്രാമത്തിൽ ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചിരുന്നു. ആ ക്ഷേത്ര നിർമ്മാണ വേളയിൽ അനുഗ്രഹം എന്ന വണ്ണം അദ്ദേഹത്തിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ഒരിക്കൽ തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങുമ്പോൾ കൊണ്ടമ്മ രാജു ആ ഗ്രാമത്തിലെത്താനിടയായി. തൻ്റെ ബന്ധുക്കളുടെ അസ്വസ്ഥത നിറഞ്ഞ ജീവിതം കണ്ട് അദ്ദേഹം അതീവ ദുഃഖിതനായി. കവർച്ചക്കാരുടെ വിളയാട്ട ഭൂമിയായിരുന്നു ആ ഗ്രാമഭാവം. അദ്ദേഹം അവരെ തൻ്റെ അയൽ ഗ്രാമത്തിലേക്ക് സ്ഥിരതാമസത്തിനായി ക്ഷണിച്ചു. പുട്ടപർത്തിക്ക് എതിർവശം ചിത്രാവതിയുടെ മറുകരയിൽ കർണാടക നാഗപ്പള്ളി ഗ്രാമത്തിലേക്ക്. അത് വളരെ സുരക്ഷിതമായ അഭയസങ്കേതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല സുബ്ബമ്മ രാജുവിൻ്റെ പുത്രിയെ താൻ പുത്രവധുവായി സ്വീകരിച്ചുകൊള്ളാമെന്നും മറ്റൊരു ആകർഷകമായ വാഗ്ദാനവും നൽകി. താമസിയാതെ മിന്നാരഗണ്ട കുടുംബം കർണാടക നാഗപ്പള്ളിയിലേക്ക് താമസം മാറി. അവിടെ അവർ കൃഷികളിൽ ഏർപ്പെട്ടു. ദേവേശപ്രകാരം സുബ്ബമ്മ രാജുവിൻ്റെ പുത്രിയെ പെദ്ദ വെങ്കപ്പ രാജു വിവാഹം കഴിച്ചു. കൊണ്ടമ്മ രാജുവിന് പുത്രവധുവിൻ്റെ പേര് അത്ര ഇഷ്ടമായില്ല. അതിനാൽ അദ്ദേഹം മറ്റൊരു പേര് നൽകി, ഈശ്വരാമ്മ. ഈശ്വരാമ്മയുടെ ആദ്യ നാമം നാമഗിരി അമ്മ, അതായത് ഈശ്വരൻ്റെ മാതാവ്. പിന്നീട് ഈ നാമം വളരെ ഉചിതമായി തീർന്നു. അതുമാത്രമല്ല, ആ നാമകരണം പ്രവചനം പോലെയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. ആ ഭക്ത ദമ്പതികൾക്ക് മക്കളുണ്ടായി. ഒരു പുത്രൻ ശേഷമരാജു, 2 പുത്രിമാർ വെങ്കമ്മ, പാർവതമ്മ. പിന്നെ ലക്ഷ്മമ്മയ്ക്ക്
ഈശ്വരമ്മയുടെ ഭർത്തൃമാതാവ് കടുത്ത ദുഃഖം വരുത്തി 4 പ്രാവശ്യം ഗർഭം അലസിപ്പോയി. ഒരു സന്താനത്തെ കൂടി നൽകി തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്നവർ തീവ്രമായ പ്രാർത്ഥന തുടങ്ങി. സ്വാമിയുടെ തിരു അവതാരം പരിപൂർണ ദിവ്യതയുടെ അരുണോദയ നിമിഷങ്ങളാകാറായി. ഈശ്വരാവതാരത്തിന് വേണ്ടിയുള്ള നിരവധി പുണ്യാത്മാക്കളുടെ, ഋഷിമാരുടെ, ത്യാഗികളുടെ തപസ്സിന് ഉത്തരമേകാറായി. മാനവ വംശം അനുഭവിക്കുന്ന കൊടിയ വേദന കരുണാമൂർത്തിയായ പരമ്പൊരുളിൽ ചലനങ്ങളുണ്ടാക്കി. ഈശ്വരാമ്മ വീണ്ടും ഗർഭിണിയായി 8ാം തവണ. ഇത് വളരെ അർത്ഥവത്തായി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകി ദേവിയുടെ അഷ്ടമ സന്താനമായിരുന്നല്ലോ. അമേയമായ ദുർഗാഹ്യമായ പരബ്രഹ്മം ഇപ്പോൾ ഇതാ സ്വയം വെളിപ്പെടുത്താൻ പോകുന്നു. ഗൃഹത്തിൽ സൂക്ഷിച്ചിരുന്ന വാദ്യോപകരണങ്ങൾ സ്വയമേവ സംഗീതധാരയൊഴുക്കി. ഈ അസാധാരണ സംഭവത്തിൽ വീട്ടുകാർ അത്ഭുതപ്പെട്ടു. അതേസമയം ആഹ്ലാദവും തോന്നി. അതോടൊപ്പം സംശയവും ഉത്കണ്ഠയും വളർന്നു. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയാൻ ജ്യോത്സ്യന്മാരെ പെദ്ദ വെങ്കപ്പ രാജു ബുക്കപട്ടണം വരെ പോയി. ജ്യോതിഷത്തിലെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ ശ്രദ്ധയോടെ പരിശോധിച്ച ശേഷം ദൈവജ്ഞൻ തിരക്കി, ഗൃഹത്തിൽ ഗർഭിണിയായി ആരെങ്കിലും ഉണ്ടോ? ഉവ്വ് എന്നുത്തരം കേട്ടപ്പോൾ ജ്യോത്സ്യൻ തുടർന്നു, ഗർഭസ്ഥ ശിശുവിൻ്റെ ആനന്ദത്തിനായി ഗന്ധർവന്മാർ വിനോദമൊരുക്കുകയാണ്. ദിവ്യാവതാര വേളയിൽ ഇത്തരം അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. തങ്ങളുടെ അഭിപ്രായത്തെ ദൃഢീകരിക്കാനായി അവർ ഉചിതമായ ജ്യോതിഷ പ്രമാണങ്ങൾ പെദ്ദ വെങ്കപ്പരാജുവിന് കാണിച്ചു കൊടുത്തു. അന്ന് 1926 നവംബർ 23 ഹിന്ദു കലണ്ടർ പ്രകാരം സോമവാര വ്രതം, തൃതീയ കാർത്തിക മാസം, അക്ഷയ വർഷം, തിരുവാതിര നക്ഷത്രം, കാർത്തിക മാസത്തിലെ തിങ്കളാഴ്ചകൾ മഹാദേവന് പ്രിയങ്കരമെന്ന് ഹിന്ദുക്കൾ കരുതുന്നു. അന്ന് പ്രത്യേക ആരാധനകളും നടത്തുന്നു. പുലർകാലെ 4 മണി ലക്ഷ്മമ്മ അയൽവാസിയായ പുരോഹിതന്റെ ഗൃഹത്തിൽ നടക്കുന്ന ശ്രീ സത്യസായി നാരായണ വ്രത പൂജയെ സമ്പൂർണ്ണം മുഴുകിയിരിക്കുന്നു. മരുമകൾ ആസന്ന പ്രസവയായിരിക്കുന്ന വിവരം പലവട്ടം ആളെ വിട്ട് ലക്ഷ്മമ്മയെ അറിയിച്ചു. പക്ഷേ അവർ അത് ഗൗനിച്ചില്ല. പൂജ കഴിയാതെ പ്രസാദം വാങ്ങാതെ പോകില്ലെന്ന് ഉറച്ച തീരുമാനത്തിലാണെന്ന് ലക്ഷ്മമ്മ. പൂജ കഴിഞ്ഞ് ലക്ഷ്മമ്മ പ്രസാദവുമായി മടങ്ങി. പുത്രവധുവിന് പ്രസാദം നൽകിയ സമയം ഇപ്പോൾ 5. ശീതളമായ ഇളങ്കാറ്റ് മൃദുവായി വീശുന്നു. ക്ഷേത്രത്തിൽ നിന്നും ധ്വജസ്തംഭത്തിലെ മണി മധുരമായി ഗാംഭീര്യത്തോടെ മുഴങ്ങി. പൊടുന്നിനെ ഗൃഹാന്തർ ഭാഗത്തു നിന്നും സംഗീതോപകരണങ്ങളുടെ ശബ്ദം മറ്റൊരു കൊണ്ടു. ആ അത്ഭുതവേളയിൽ ശ്രീ സത്യസായി അവതരിച്ചു. കുഞ്ഞിൻ്റെ ഇടത് കവിളിൽ ചെറിയൊരു മറുക്, പരമശിവന്റെ തിരുചടയിൽ ചന്ദ്രക്കല പോലെ മാറിലും മറുകുണ്ടായിരുന്നു. ശ്രീവത്സം തിരുമാറിലണിഞ്ഞ വൈകുണ്ഠപതിയെപ്പോലെ ദിവ്യതയുടെ സവിശേഷ ലക്ഷണങ്ങളായ ശംഖ്, ചക്രം എന്നീ അടയാളങ്ങൾ കുഞ്ഞിൻ്റെ പാദങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. ലക്ഷ്മമ്മ നവജാത ശിശുവിനെ എടുത്ത് ആചാരപ്രകാരം പ്രസവമുറിയുടെ മൂലയിൽ വിരിച്ചിട്ട് പനയോലയിൽ കിടത്തി. തെല്ലിട കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന വിരിപ്പിനടിയിൽ ചെറിയൊരു അനക്കം. അവർ തിടുക്കത്തിൽ കുഞ്ഞിനെ എടുത്തു. ഉത്കടമായ സംഭവത്തോടെ വിരിപ്പ് മാറ്റി. വട്ടത്തിൽ ചുറ്റിക്കിടക്കുന്ന ഒരു പാമ്പ്. പുട്ടപർത്തിയിൽ പാമ്പുകൾക്ക് ക്ഷാമമില്ലെന്ന് സത്യം തന്നെ. പക്ഷേ പ്രസവമുറിയിൽ അതും നവജാത ശിശുവിന് കിടക്കമായ ഒരു നാഗമുണ്ടാവുക തികച്ചും അസാധാരണം. നാഗസാന്നിധ്യം കൊണ്ടുണ്ടായ ഭയപ്പാടൊന്ന് അടങ്ങിയപ്പോൾ അവർ അവിടെയെല്ലാം അതിനെ തിരിഞ്ഞു. പിന്നെ പാമ്പിനെ എങ്ങും കണ്ടെത്താനായില്ല. ഇക്കാര്യത്തിൽ തെല്ലുപോലും സംശയം വേണ്ടതില്ല. അത് ആദിശേഷന്റെ സാന്നിധ്യം തന്നെ. ശ്രീ മഹാവിഷ്ണുവിൻ്റെ തൽപ്പം. ശ്രീ സത്യസായിയുടെ ദിവ്യത്വത്തിൻ്റെ ആദ്യത്തെ വെളിപ്പെടുത്തൽ ഇതായിരുന്നു. ശ്രീ സത്യനാരായണ സ്വാമിയുടെ പ്രസാദം കഴിച്ച ഉടനെയാണല്ലോ കുഞ്ഞ് ജനിച്ചത്. അതിനാൽ കുഞ്ഞിന് പേര് സത്യനാരായണൻ എന്നിട്ടു. ഈ പേരിട്ടതിൽ വൃദ്ധനായ കൊണ്ടമ്മരാജു അതിയായി ആഹ്ലാദിച്ചു. ഭാഗവതത്തിലെ ഒരു സംഭവമാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. ശ്രീ നാരായണൻ മാനവകാരം പൂണ്ട് ശ്രീകൃഷ്ണനായി ജനിച്ച സമയം ബ്രഹ്മദേവൻ കുഞ്ഞിൻ്റെ സന്നിധിയിലെത്തി പ്രണാമം അർപ്പിച്ചു. സത്യം വ്രത സത്യം വര ശ്രീ സത്യം സത്യസായൂന്യം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ധൃത സത്യനേത്രം സത്യാത്മകം ത്വം ശരണം പ്രപന്ന. സത്യമെന്ന പദത്തിൻ്റെ രഹസ്യം ചൂഴ്ന്നു നിൽക്കുന്നതും അഗാധമായ ആധ്യാത്മിക പ്രാധാന്യം ആശ്ചര്യം തോന്നുമാറ് സാമ്രതകളുമായി സ്വാമിയുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിന്നു. ശ്രുതിമാതാവിൻ്റെ കർണാഭരണങ്ങളാണ് ഋതുവും സത്യവും. അതിൻ്റെ മഹനമായ അർത്ഥം, ആധ്യാത്മിക പ്രാധാന്യം നാം ധ്യാനിച്ചാൽ നവസൗന്ദര്യ തലങ്ങൾ നമുക്ക് വെളിപ്പെടും. സത്യവും നിത്യവും ധ്യാനയോഗങ്ങളാണ്, പ്രസവമല്ല പ്രവേശനം. ശ്രീമദ് ഭാഗവതം അരുളുന്നു, ശ്രീനാരായണൻ മന്നിൽ ശ്രീകൃഷ്ണനായി അവതരിക്കാൻ സങ്കല്പിച്ചു. അതിനായി ഭഗവാൻ ദേവകി ഗർഭത്തിൽ പ്രവേശിച്ചു. അതിനുശേഷം ഭഗവാൻ സത്യസായി പ്രഖ്യാപിച്ചു, ആ പൗരാണിക കൃഷ്ണൻ ഞാനാണ്. പണ്ഡിതൻ ശങ്കുപട്ടാല രാമശർമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ സംശയം. വെങ്കടഗിരിയിലെ ആസ്ഥാന പണ്ഡിതനായിരുന്നു രാമശർമ്മ. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അവഗാഹമുള്ളയാൾ. ഒരിക്കൽ ശ്രീ സത്യസായി ബാബയ്ക്കൊപ്പം മന്ദിരത്തിൽ രാമശർമ്മ ഉണ്ടാകാനിടയായി. ആധ്യാത്മിക വിഷയങ്ങൾ ചർച്ച ചെയ്തിരിക്കവേ രാമശർമ്മ ചോദിച്ചു, സ്വാമി, അവിടുത്തെ ജനനം പ്രസവമായിരുന്നോ പ്രവേശമായിരുന്നോ? ചോദ്യം കേട്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം അമ്പരന്നു, സംഭ്രമിച്ചു പോയി. എന്താണ് ഇങ്ങനെയൊരു ചോദ്യം? എന്തൊരു ഔചിത്യമാണ് ഇതിനുള്ളത്?
അവർ അത്ഭുതപ്പെട്ടു. പക്ഷെ സ്വാമിക്ക് തീർച്ചയായും ഈ ചോദ്യത്തിൻ്റെ ആന്തരികാർത്ഥവും അഗാധ ഗൗരവവും അറിയാമായിരുന്നു. അവിടുന്ന് മുൻനിലയിലിരിക്കുന്ന അമ്മ ഈശ്വരാമ്മയുടെ നേർക്ക് തിരിഞ്ഞു. രാമശർമ്മയോട് പറയൂ, ആ ദിവസം കിണറ്റിൽ നിന്നും വെള്ളം കോരവേ എന്ത് സംഭവിച്ചു? ഈശ്വരാമ്മ തൻ്റെ അനുഭവം വിശദീകരിച്ചു. ഞാൻ വെള്ളം കോരിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ആകാശത്തു നിന്നും നീലവർണ്ണത്തിലുള്ള ഒരു തേജോഗോളം വരുന്നത് കണ്ടത്. അതെൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു. ആ നിമിഷം എൻ്റെ ബോധം മറഞ്ഞു. പിന്നീട് എനിക്ക് പത്രമാതാവിൻ്റെ പരിചരണത്തിൽ ബോധം വീണ്ടും കിട്ടി. സംഭവിച്ചതെല്ലാം ഞാൻ പറഞ്ഞു. ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്നായിരുന്നു അമ്മ എന്നെ ഉപദേശിച്ചത്. കാരണം അത് കേൾക്കുമ്പോൾ ജനം അരുതാത്ത ഗമനങ്ങളിലെത്തും. ഭഗവാൻ രാമശർമ്മയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, രാമശർമ്മ, ഇപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ ജനനം പ്രവേശമായിരുന്നു, പ്രസവമല്ല എന്ന്. ഈ അസാധാരണ ശിശുവിനെ കൊണ്ടമ്മരാജു തൻ്റെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോകും. ആരാധന നടത്തുമ്പോൾ അവിടെ ഇരുത്തും. ശിശുവിൻ്റെ സാന്നിധ്യം മനസ്സിന് അപരിമേയമായ പ്രശാന്തിയും ആരാധനാമൂർത്തിയിൽ അനായാസന ഏകാഗ്രതയും നൽകുന്നുവെന്ന് കൊണ്ടമ്മയ്ക്ക് മനസ്സിലായി. എന്തുകൊണ്ടില്ല, ഈ പൂർണ്ണമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആരൊക്കെയാണ് ഹൃദയത്തിൽ പ്രഭുവിനെ വാഴിച്ചിട്ടുള്ളത് അവർ ശാശ്വത ശാന്തി അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. ഇക്കാര്യം ഓരോ ഭക്തനും അറിയേണ്ടതാണ്, സ്വാനുഭവത്തിലൂടെ തന്നെ. ശിശു അതീവ സുന്ദരൻ. അയലത്തെ സ്ത്രീകൾ മണിക്കൂറുകൾ കുഞ്ഞിനെ കൊഞ്ചിച്ചും ലാളിച്ചും മാറോടണച്ചും ചെലവഴിക്കുക. അവരൊക്കെ ഏത് ജാതി, മതം, വിശ്വാസം ഇക്കാര്യങ്ങൾ ഒരിക്കലും ഈശ്വരാമ്മയെ അലട്ടിയിരുന്നില്ല. ഈശ്വരാമ്മ ഒരു തരത്തിലുള്ള എതിർപ്പുകളും പ്രകടിപ്പിച്ചില്ല. കുഞ്ഞും അവരെ സ്നേഹിക്കാൻ പഠിച്ചു. അവരുടെ കൂട്ടുകെട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പലപ്പോഴും അമ്മയുടെ മടിത്തട്ടിൽ നിന്നും അവരുമായി കൂട്ടുകൂടാൻ ഇറങ്ങി ഓടി. ആ അമ്മമാരുടെ കൂട്ടില്ലെങ്കിൽ കുഞ്ഞ് തീർച്ചയായും അസ്വസ്ഥനാവുമായിരുന്നു. ഒരിക്കൽ ഭഗവാൻ ശ്രീ സത്സായി ബാബ പ്രഖ്യാപിച്ചു, ആരാണ് ഹൃദയപൂർവ്വം എന്നെ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു വീഴ്ചയുമില്ലാതെ ഞാൻ എത്തിയിരിക്കും. അവിടുത്തെ ബാലലീലകൾ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ബാലനായിരിക്കുമ്പോൾ പോലും അവിടുന്ന് ആചരിച്ചിരിക്കുന്നത് പിന്നീട് വളർന്നപ്പോൾ അവിടുന്ന് പ്രഖ്യാപിച്ചത് തന്നെയാണെന്ന്. കൊണ്ടമ്മരാജുവിൻ്റെ അയൽവീട് ഗ്രാമാധികാരിയുടെയാണ്. വീട്ടുകാരിയുടെ പേര് സുബ്ബമ്മ. സുബ്ബമ്മ കുഞ്ഞിനെ കയ്യിലെടുത്താൽ ആ നിമിഷം ശിശുവിൻ്റെ മുഖം ആനന്ദദീപ്തമാകും. അത്യാഹ്ലാദത്താൽ കുഞ്ഞ് ചിരിക്കുമ്പോൾ സുബ്ബമ്മ പരമാനന്ദത്തിലേക്കും. സുബ്ബമ്മയ്ക്ക് മക്കളില്ല. അതിനാൽ പലപ്പോഴും കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. യുദ്ധം ജയിച്ച് വിലയേറിയ നിധി കൈക്കീലാക്കി പോകുന്ന അഭിമാനിയായ ജേതാവിനെ പോലെ മാതൃസ്നേഹം കൊണ്ട് കുഞ്ഞിനെ സുബ്ബമ്മ വീർപ്പ് മുട്ടിക്കും. സുബ്ബമ്മയുടേത് ബ്രാഹ്മണ കുടുംബമാണ്. സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ. സത്യൻ സുബ്ബമ്മയുടെ ഗൃഹത്തിൽ പോകാൻ എപ്പോഴും വാശി പിടിക്കും. അവിടെ പോകുന്നതിൽ കുഞ്ഞിന് വലിയ സന്തോഷമാണ്. മുത്തച്ഛൻ കൊണ്ടമ്മരാജുവിനെ പോലെ സത്യനും സസ്യാഹാരം ഇഷ്ടപ്പെടുന്നുവെന്ന് ഏവർക്കും മനസ്സിലായി. അതിനാലാണ് സുബ്ബമ്മയുടെ ഗൃഹാന്തരീക്ഷത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ സത്യൻ ഇഷ്ടപ്പെട്ടത്. സത്യത്തിൽ സുബ്ബമ്മയുടെ ഗൃഹത്തിലേതുപോലെ സ്വന്തം ഗൃഹത്തിൽ കൂടി കുട്ടി സന്തുഷ്ടനായിരുന്നില്ല. രാജുവിൻ്റെ കുടുംബത്തിലെ ബന്ധുക്കൾ പറയുമായിരുന്നു, ഈശ്വരാമ്പ ദേവികയാണ് ശ്രീകൃഷ്ണൻ ജന്മം നൽകിയ അമ്മ. സുബ്ബമ്മയായിട്ട് യശോദയും ശ്രീകൃഷ്ണനെ പാലൂട്ടി വളർത്തിയ അമ്മ. മറ്റൊരു അസാധാരണത്വവും സത്യനുണ്ടായിരുന്നു. കുട്ടി ഒരിക്കലും എന്തെങ്കിലും പ്രത്യേകമായി കഴിക്കാനോ ധരിക്കാനോ ആവശ്യപ്പെട്ടിരുന്നില്ല. വീട്ടിലെ കുട്ടികൾക്ക് സമീപ നഗരമായ ഹിന്ദുപുരം, അനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും വസ്ത്രങ്ങൾ കൊണ്ടുവരും. കുട്ടികൾ പുതുവസ്ത്രങ്ങൾക്ക് ചുറ്റും ഓടിക്കൂടും. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ അത്ര പെട്ടെടുക്കും. സത്യന് ഒരു തിടുക്കവുമില്ല. ഒടുവിൽ ശേഷിക്കുന്ന വസ്ത്രം സന്തോഷത്തോടെ സ്വീകരിക്കും. തൻ്റേതായ എന്തെങ്കിലും ഇഷ്ടം സത്യൻ ഒരിക്കലും സൂചിപ്പിച്ചിട്ടില്ല. സത്യന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നതായി യാതൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് മറ്റു കുട്ടികൾ സന്തോഷവാന്മാരെ കാണുമ്പോൾ സത്യൻ്റെ മുഖം സന്തോഷത്താൽ സംതൃപ്തിയാൽ വിടരും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സ്വാമി അരുളി, നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ ആഹാരം. സ്വാമി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇക്കാര്യം വ്യക്തമായിരുന്നു. ക്ലേശങ്ങൾക്ക് ദുഃഖങ്ങൾക്ക് ഇരയാവുന്ന ഏത് ജീവജാലങ്ങളോടും അവിടത്തേക്ക് നിറഞ്ഞ ദയയും കരുണയും പ്രേമവും സഹതാവുമായിരുന്നു. ഒരിക്കൽ കുറച്ച് കളിക്കൂട്ടുകാർ ഒരു ഡസനിലേറെ തവളകളെ പിടികൂടി സഞ്ചിയിലാക്കി തവളകളെ പീഡിപ്പിച്ച് രസിക്കാനായിരുന്നു അവരുടെ പരിപാടി. ആ മിണ്ടാപ്രാണികളെ വെറുതെ വിടാൻ സത്യൻ അപേക്ഷിച്ചു. അവർ അത് ചെവികൊണ്ടില്ല. ഉടൻ തന്നെ തൻ്റെ ദിവ്യേച്ഛയെ സത്യൻ തവളകളെ പ്രാവുകളാക്കി മാറ്റി. അതിനുശേഷം അവരോട് പറഞ്ഞു, നിങ്ങളുടെ സഞ്ചിയിൽ ഒരൊറ്റ തവളയില്ലാതെ പോട്ടെ. വിശ്വസിക്കാനാവാതെ അവർ തുറന്നു നോക്കി. സഞ്ചിയിൽ നിന്നും പ്രാവുകൾ ആകാശത്തേക്ക് പറന്നുയർന്ന് രക്ഷപ്പെട്ടു. ഈ സംഭവത്തിൽ നിന്ന് നമുക്കൊരു ആധ്യാത്മിക സന്ദേശം മനസ്സിലാക്കാം. അന്നു മുതൽ ഇന്ന് വരെ അവിടുന്ന് മായാബന്ധിതരായ ജീവനെ പരിവർത്തനം ചെയ്യുകയാണ്. അജ്ഞാനമാവുന്ന ആഴമേറിയ ചെളിയിൽ തവളകളെ പോലെ പുതിഞ്ഞുപോയ സാധാരണ മനുഷ്യർ അവരെ അവിടുന്ന് പരിവർത്തനം ചെയ്ത് ആധ്യാത്മിക നഭസിൽ സന്തുഷ്ടരായ പ്രാവുകളെ പോലെ പറപ്പിക്കുകയാണ്. നന്നേ ചെറുപ്പം മുതലേ സത്യൻ പ്രകൃതി ഭംഗിയിൽ ആകൃഷ്ടനായിരുന്നു. പ്രകൃതിയെ ധ്യാനിച്ച് ഏറെ നേരം ബാലൻ സമയം പോക്കുമായിരുന്നു. ആകാശവും നക്ഷത്രവും ഗിരിശൃംഗങ്ങളും സത്യന് അത്യാനന്ദം നൽകി. ആ സമയങ്ങളിൽ സത്യൻ തൻ്റെ ഇളയം പ്രായത്തിൽ തോന്നേണ്ടതിനപ്പുറം പ്രസന്നവും ശാന്തഗംഭീരനുമായി കാണപ്പെട്ടു. ഇങ്ങനെ ചിന്തകളും ഒഴുകി സ്വയം മറന്ന ബാലനെ കാണുമ്പോൾ പുട്ടപർത്തിയിലെ സ്ത്രീകൾ സത്യനെ ബ്രഹ്മജ്ഞാനി എന്ന് പറയാൻ തുടങ്ങി. തങ്ങൾ കളിയായി ബ്രഹ്മജ്ഞാനി എന്ന് വിളിക്കുന്ന ഈ ബാലൻ സത്യത്തിൽ അതുതന്നെയായിരിക്കുമെന്ന് ഒരിക്കലും അവർ കരുതി കാണുകയില്ല. ദിവ്യസ്പർശം. സന്ധ്യാസമയങ്ങളിൽ ഈശ്വരാമ്മയും കർണം സുബ്ബമ്മയും മിക്കവാറും മുഖത്ത് സംസാരിച്ചിരിക്കും. അവരുടെ നോട്ടം അപ്പോൾ തെരുവിലാണ്. മുന്നിലെ തെരുവിൽ സത്യൻ കൂട്ടുകാരുമൊത്ത് കണ്ണുകെട്ടി കളിക്കുന്നു. കണ്ണുകെട്ടിയ സത്യൻ കൂട്ടുകാരെ തിരയുകയാണ്. ആ സമയത്താണ് മേഞ്ഞു കഴിഞ്ഞ പശുക്കൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അനിയന്ത്രിതമായി വരുന്ന പശുക്കൾ വഴിയാത്രക്കാരെ ചവിട്ടി മിതിക്കാനും സാധ്യതയേറെ. സ്വാഭാവികമായും
ഈശ്വരാമ്മ തൻ്റെ ഓമനപുത്രൻ്റെ സുരക്ഷയോർത്ത് പരിചിതയാവും. എന്നാൽ അപ്പോഴേക്ക് സുബ്ബമ്മ അവർക്ക് ഉറപ്പ് നൽകും, ശാന്തയാവും, എന്നിട്ട് ശ്രദ്ധിക്കുക, അതൊന്നും തന്നെ സംഭവിക്കില്ല. ഇതിനിടയിൽ കണ്ണുകൾ മൂടിക്കെട്ടി നടക്കുന്ന സത്യൻ എന്തെങ്കിലും മുരുടനായ നാൽക്കാലിയെ ചെന്ന് പിടിക്കും. ആ ദിവ്യസ്പർശന നിമിഷം അവയെ മെരുക്കും, ഇണക്കും. നിരുപദ്രവമായി തലയും താഴ്ത്തി അവ കടന്നുപോകും. ഇത്തരം സംഭവങ്ങൾ കാഴ്ചക്കാരെ അന്താളിപ്പിക്കാറുണ്ട്. സത്യൻ്റെ നക്ഷത്രം തിരുവാതിര, സംസ്കൃതത്തിൽ ആദ്ര എന്ന് പറയും. ആദ്ര എന്നാൽ കരുണാമയം. ഈ നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിലായിരിക്കാം ബാലൻ്റെ ഹൃദയം. ആരുടെയെങ്കിലും ദുഃഖം കണ്ടാൽ ആ നിമിഷം ഉരുകും. വിശന്നൊരുവൻ വാതിക്കലെത്തിയാലും സത്യൻ അകത്തേക്ക് ഓടുകയും അകത്തുനിന്ന് എന്തെങ്കിലും ആഹാരം തപ്പിയെടുത്ത് പുറത്തു വരും. നീട്ടിപ്പിടിച്ച് കൈകളിൽ ആഹാരം പ്രേമപൂർവ്വം വെച്ചു കൊടുക്കും. വേറു പൊരിഞ്ഞ് നിൽക്കുന്നവൻ്റെ കണ്ണുകളിൽ ആ നിമിഷം തിളങ്ങുന്ന പ്രകാശം സത്യൻ്റെ ഹൃദയം സംതൃപ്തപൂർണ്ണമാക്കും. ഉറഞ്ഞു നിൽക്കുന്നവരെ കണ്ടാൽ വീട്ടിൽ കൊണ്ടുവരും. പിന്നെ പുതപ്പെടുത്ത് അവരെ പുതപ്പിക്കുക. ഗ്രാമത്തിൽ കോഴിയെ തലകീഴായി കാട്ടിൽ കെട്ടിത്തൂക്കി പിടിച്ചുകൊണ്ടുപോകുന്ന രീതിയുണ്ട്. പാവമൃഗങ്ങൾ ആ അവസ്ഥയിൽ കൊടിയെ അതിനെ അനുഭവിക്കും. കാളകൾ വേഗത്തിൽ പോകാനായി അവരുടെ വാലിൽ പിടിച്ച് വളച്ച് ക്രൂരമായി പീഡിപ്പിക്കും. വകതിരിവില്ലാത്ത ഗ്രാമീണ ബാലമൃഗങ്ങളുടെ വാലിൽ തൂങ്ങിക്കിടന്നാടും. പാവമൃഗങ്ങളുടെ വേദന ആരും ശ്രദ്ധിക്കുന്നില്ല. ക്രൂരമായ ഈ രംഗങ്ങൾ കാണുമ്പോൾ പേടിപ്പിക്കപ്പെടുന്ന പക്ഷികളും മൃഗങ്ങളും അനുഭവിക്കുന്ന വേദന സത്യന് അനുഭവപ്പെടും. ബാലൻ വേദന കൊണ്ട് പുളയും. പുട്ടപർത്തിയിലെ പഠനം പൂർത്തിയായി സത്യൻ ബുക്കപട്ടണത്തിലെ മിഡിൽ സ്കൂളിൽ ചേർന്നു. ദിനംതോറും ഓമന മകൻ ബുക്കപട്ടണത്തിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുമ്പോൾ വാത്സല്യനിധിയായ മാതാവ് ഉത്കണ്ഠയോടെ നെടുവീർപ്പിടും. പാവം കുഞ്ഞ് തൊട്ടിൽ നിന്നും പുറത്തു വന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ നഗരം വരെയുള്ള വഴി മുഴുവൻ നടക്കണം. വെളുത്ത ഷർട്ടും ഷോർട്ട്സും ധരിച്ച് തിരുനെറ്റിയിൽ വിഭൂതി പൂശി അതിന് മനോഹരിത കൂട്ടിക്കൊണ്ട് നടുവിലൊരു സിന്ദൂരവും തൊട്ട് ആ കൊച്ചു സഞ്ചിയിൽ ലളിതമായ ഉച്ചഭക്ഷണം റാഗി കൊണ്ടുണ്ടാക്കിയത് മറ്റേ കയ്യിൽ പുസ്തക സഞ്ചിയുമായി ആനന്ദക്കുട്ടൻ എന്നും രാവിലെ അമ്മയോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങും. പൊന്നുമോൻ യാത്ര പറയുമ്പോൾ പാവം ഈശ്വരാമ്മയുടെ കണ്ണ് നിറയും. രാവിലെ 8:30 പോവുക പതിവ്. പിന്നെ വൈകുന്നേരമേ മടങ്ങി വരും. അതുവരെ വേർപാടിൻ്റെ തീവ്രവേദന അമ്മ എങ്ങനെ സഹിക്കും? പകൽ മുഴുവൻ വേദന വേട്ടയാടിക്കൊണ്ടേയിരിക്കും. സഹപാഠികൾക്ക് സത്യനോട് അസൂയയാണ്. അതിശയകരമായ ശുചിത്വബോധം, നിർമ്മലമായ അച്ചടക്കം, ഇവ കൊണ്ടൊക്കെ സത്യൻ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. ഗ്രാമത്തിൽ നിന്നും പുറത്തു കടന്നാലുള്ള അസൂയക്കാർ സത്യനെ പിടികൂടും. ചിത്രാവതിയിൽ പിടിച്ചു മുക്കി വലിച്ചു കഴിക്കും. അഴുക്ക് ലേശം പോലുമില്ലാത്ത സത്യൻ്റെ വെളുത്ത ഉടുപ്പ് തങ്ങളുടേതിനേക്കാൾ വൃത്തികേടാവും. നീചമായി ഈ ജോലി പൂർത്തീകരിച്ചു കഴിയുന്നതോടെ അവർ സന്തുഷ്ടരായി ധന്യരായി. പക്ഷേ സത്യൻ ഒരിക്കലും അവരെക്കുറിച്ചൊരു പരാതിയും വാത്സല്യനിധിയായ അമ്മയോട് പറഞ്ഞിട്ടില്ല. അധ്യാപകൻ്റെ കസേര. കൊണ്ടപ്പ ബുക്കപട്ടണം സ്കൂളിലെ അധ്യാപികരൊരാൾ അദ്ദേഹം കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. വിദ്യാർത്ഥികൾ ശുഷ്കാന്തിയോടെ എഴുതിക്കൊണ്ടിരിക്കും. സത്യൻ മാത്രം ഒന്നും എഴുതുന്നില്ല. അധ്യാപകന് തീർച്ചയായി സർവജ്ഞനും സർവഗ്രാഹിയും ഒരു നോട്ടും എഴുതേണ്ട ആവശ്യമില്ലാത്തവനുമായ സത്യൻ എന്ന് അധ്യാപകൻ എങ്ങനെ അറിയാൻ? കോപിഷ്ഠനായ അധ്യാപകൻ സത്യനോട് ബെഞ്ചിൽ കയറി നിൽക്കാൻ ആജ്ഞാപിച്ചു. കൃത്യവിലേപനം നടത്തുന്ന കുട്ടികൾക്കുള്ള ശിക്ഷയാണത്. സത്യൻ സൗമ്യമായി അനുസരിച്ചു. സമയം കടന്നുപോയി. കൊണ്ടപ്പയുടെ പീരീഡ് കഴിഞ്ഞു. മണി മുഴങ്ങി. അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. പക്ഷേ കഴിയുന്നില്ല. കസേര തന്നിൽ ഒട്ടിയിരിക്കുന്നു. അത് അടുത്ത ക്ലാസ് മെഹ്മൂദ് ഖാദിൻ്റെതാണ്. അദ്ദേഹം ക്ലാസ് എടുക്കാൻ വന്ന് സാഹചര്യം മനസ്സിലാക്കി സത്യനെ നെഞ്ചിൽ നിന്ന് താഴെ ഇറക്കി. അതോടെ കൊണ്ടപ്പ കസേരയിൽ നിന്ന് സ്വതന്ത്രമായി. ഇത് ചെറിയൊരു ലീല. താൻ ഒരു സാധാരണ പള്ളിക്കൂടം വിദ്യാർത്ഥിയല്ലെന്ന് അറിയിക്കാനുള്ള ലീല. ഈ സംഭവം ബുക്കപട്ടണത്തിൽ വളരെ വേഗം പരന്നു. ചിലർ കേശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈശ്വരാവതാരം മനുഷ്യനിർമ്മിത പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങുന്നില്ല എന്ന് തെളിവായി. ക്രമേണ കൊണ്ടപ്പൻ സത്യനിലെ ദിവ്യത തിരിച്ചറിഞ്ഞു. അധ്യാപകൻ ബാലനെ പ്രകീർത്തിച്ചുകൊണ്ട് കവിത എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അധ്യാപകൻ്റെ കസേരക്കഥ ഈശ്വരാമ്മയുടെ കാതിലുമെത്തി. കുട്ടിയുടെ വിദ്യാഭ്യാസ ഭാവിയെക്കുറിച്ച് ഓർത്ത് പാവ അമ്മ ഭയന്നുപോയി. ഈശ്വരാമ്മ സത്യന് താക്കീത് നൽകി. സത്യ, സ്കൂളിൽ നന്നായി പഠിച്ചില്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ നിനക്കൊരു ഭാവി ഉണ്ടാവില്ല. കാലികളെ നോക്കി ജീവിക്കേണ്ടി വരും. മാതൃവചനം എപ്പോഴെങ്കിലും വെറുതെയാകുമോ? സ്വാമി ഏതായാലും ക്ലാസ്സിൽ പഠനത്തിൽ കഠിനാധ്വാനമൊന്നും ചെയ്തില്ല. പക്ഷേ അവിടുത്തെ പുണ്യവതിയായ മാതാവ് താക്കീത് ചെയ്തതുപോലെ അവിടുന്ന് പശുക്കളെ പാലിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ സംരക്ഷണയിലുള്ള പശുക്കൾ ഏതൊക്കെ? സമസ്ത ജീവജാലങ്ങളും ഇപ്പോൾ അവിടുത്തെ ശ്രദ്ധയിലും സംരക്ഷണയിലുമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ യഥാർത്ഥമായും പശുപതി എന്നറിയപ്പെടുന്നത്. ഭഗവാൻ എന്ന നിലയിൽ പ്രപഞ്ച നവീകരണം എന്ന മഹത്തായ കർമ്മം തൻ്റെ പുത്രൻ, സ്കൂളിലെ ഉദാസീനനായ കുട്ടി ഏറ്റെടുക്കുമെന്ന് സരളമനസ്കനായ അമ്മ സ്വപ്നം പോലും കണ്ടിട്ടില്ല. വർഷാവസാനം പെനിക്കൊണ്ടയിൽ നടത്തിയ അവസാന പരീക്ഷ സത്യൻ എഴുതി 1ാം സ്ഥാനം നേടുകയും ചെയ്തു. പെനിക്കൊണ്ടയിലെ ജനങ്ങൾ മിടുമിടുക്കനായി ഈ കുട്ടിയെ ആദരിക്കാൻ ഗംഭീരമായൊരു ഘോഷയാത്ര നടത്തി. തൻ്റെ ഓമനപുത്രൻ്റെ മഹത്തായ വിജയത്തിൽ ഈശ്വരാമ്മയുടെ ഹൃദയം അത്യാഹ്ലാദം പൂണ്ടു. അതേസമയം അവർക്ക് ഭയവും തോന്നി. പുത്രനെ അസൂയക്കാർ കൂടുമല്ലോ എന്നോർത്ത്. സത്യൻ്റെ തീരുമാനങ്ങൾ, നിഗമനങ്ങൾ, കാഴ്ചപ്പാടിലെ കൃത്യത, ആശയങ്ങൾ വ്യാഖ്യാനിക്കുന്ന രീതി, ഇതെല്ലാം ഈശ്വരാമ്മയെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചില സമയം സംഭ്രമിപ്പിച്ചിട്ടുമുണ്ട്. സുബ്ബമ്മയുടെ ഭർത്താവ് കർണം അദ്ദേഹത്തിന് ഏതാണ്ട് ഹിറ്റ്ലറിൻ്റേതുപോലെ കനത്ത മീശയുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അസാധാരണം. അദ്ദേഹത്തെ കളിയാക്കാനായി സത്യൻ കവിത എഴുതി. കൂട്ടുകാരുമൊത്ത് പൊതുസ്ഥലങ്ങളിൽ പാടി നടന്നു. ഇത്തരം കുസൃതികളൊന്നും ഈശ്വരാമ്മ അംഗീകരിച്ചില്ല. സത്യനെ നന്നാക്കുന്നതിനുള്ള ചുമതല ഈശ്വരാമ്മ സുബ്ബമ്മയെ ഏൽപ്പിച്ചു. സുബ്ബമ്മ ഈശ്വരാമ്മയെ ശകാരിച്ചു. നമ്മുടെ ബാലഗുരുവിന് നന്മയും തിന്മയും തിരിച്ചറിയാം. അതൊക്കെ വിടുക കുഞ്ഞ്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ.
കൂട്ടുകാർ ചോദിക്കുന്നതെല്ലാം അത് പഴമോ പൂവോ മധുരമോ ആകട്ടെ അത് തൻ്റെ വെറുമൊരു ഹസ്തചലനത്താൽ സത്യം സൃഷ്ടിച്ചു നൽകുമായിരുന്നു. എങ്ങനെ ഇതെല്ലാം ലഭിക്കുന്നുവെന്ന് കുട്ടികളുടെ ചോദ്യത്തിന് ഗ്രാമദേവത തനിക്കതെല്ലാം തരുമായിരുന്നു എന്ന മറുപടി. അതെ, അവിടുന്ന് അങ്ങനെ അവകാശപ്പെട്ടത് സംശയിക്കാൻ കഴിയില്ല. കാരണം അവിടുന്ന് പരമാധികാരി. അവിടുന്ന് കൽപ്പിക്കുന്നതെല്ലാം ദേവതമാർ നൽകുക എന്നത് തികച്ചും സ്വാഭാവികം. കടുവാ വേട്ടക്കാരന് ശകാരം. ഒരു ഉച്ചസമയം യൂണിഫോം ധരിച്ചൊരു ഡ്രൈവർ പുട്ടപർത്തിയിലേക്ക് തിടുക്കത്തിൽ നടക്കുകയാണ്. അയാൾ നടക്കുമ്പോൾ വൃക്ഷക്കൊമ്പിൽ ഇരിക്കുന്ന പക്ഷികൾ ഭയന്ന് ഉറക്കെ നിലയ്ക്കുന്നു. കർണം സുബ്ബമ്മയുടെ വീട്ടിൽ പൂവുമൊത്ത് സത്യൻ കൂട്ടുകാരുമായി സംസാരിക്കുകയായിരുന്നു. ഡ്രൈവർ കടന്നു വന്നതോടെ കുട്ടികൾ പെട്ടെന്ന് ഭയന്ന് എഴുന്നേറ്റ് മാറി. തൻ്റെ യജമാനൻ്റെ ജീപ്പ് ചിത്രാവതിയുടെ അരങ്ങക്കരയിൽ ഉറച്ചു പോയിരിക്കുന്നു. യജമാനൻ വലിയ ദേഷ്യത്തിലാണ്. ഗ്രാമത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന ബാലനെക്കുറിച്ച് കേട്ട് ഈ പ്രശ്നപരിഹാരത്തിന് കുറച്ച് വിഭൂതി വാങ്ങാൻ വന്നതാണ്. സത്യൻ ജീപ്പിനടുത്തേക്ക് വരാമെന്ന് സമ്മതിച്ചു. വെടിവെച്ച് കൊന്ന കടുവയുടെ ശരീരത്തിൽ അഹങ്കാരത്തോടെ കാലുകൊണ്ട് താളം പിടിച്ചിരിക്കുകയായിരുന്നു വെള്ളക്കാരൻ. സത്യൻ അയാൾ പറഞ്ഞു, ഈ പാവം ജന്തു നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? ഒരു കാരണമില്ല നിങ്ങൾ എന്തിനാണ് ഇതിനെ കൊന്നത്? അമ്മയെ കാണാതെ ഇതിൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ദയനീയ സ്ഥിതിയിലാണ്. ഞാനാണ് നിങ്ങളുടെ വാഹനം നിർത്തിച്ചത്. ചെല്ലു, ആ കടുവാ കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ. അവയെ ശരിയായി സംരക്ഷിക്കാനായി കാഴ്ച ബംഗ്ലാവിലേക്ക് ഏൽപ്പിക്കൂ. നിങ്ങളുടെ സന്തോഷത്തിനും വിനോദത്തിനുമായി വെടിവെക്കരുത്. ഷൂട്ടിംഗ് തോക്കുകൊണ്ടല്ല, ക്യാമറ കൊണ്ടാക്കൂ. അത് നിങ്ങൾക്ക് പേരും പെരുമയും നേടിത്തരും. ചെല്ലു. അത്ഭുതകരം. അതോടെ വണ്ടി സ്റ്റാർട്ടായി. അവർ കാട്ടിലേക്ക് തിരിച്ചു. ഇതറിഞ്ഞ പെദ്ദ വെങ്കമ്മ രാജു ആകെ പരിഭ്രമത്തിലായി. മകൻ ഒരു വെള്ളക്കാരനെ അനാദരിച്ചിരിക്കുന്നു. അതും ശിക്കാരിയായ വെള്ളക്കാരൻ. തൻ്റെ മകൻ പോലീസിൽ നിന്നും പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. പക്ഷേ വെള്ളക്കാരൻ്റെ അവസ്ഥയോ? അയാൾ പശ്ചാത്താപ വിവശനായി. കുറച്ചുകാലം കഴിഞ്ഞ് കടുവയുടെ തോലുമായി വെള്ളക്കാരൻ വന്നു സത്യന് പാദങ്ങൾ വയ്ക്കാനായി സമർപ്പിച്ചു. ഇന്ന് സ്വാമിയുടെ സിംഹാസനത്തിന് മുന്നിൽ ആ ചർമ്മം കിടപ്പുണ്ട്, അവിടുത്തെ തൃപ്പാദങ്ങൾക്ക് വിശ്രമിക്കാനായി. സ്വാമിയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും അവിടുത്തെ ദിവ്യ വ്യക്തിത്വത്തെ കണ്ണാടി എന്ന പോലെ പ്രതിബിംബിപ്പിക്കുന്നു. അവിടുന്ന് അഹിംസാ സ്വരൂപം, മിണ്ടാപ്രാണികളോട് കരുണയും ദയവും നിറഞ്ഞവൻ. അവിടുന്ന് യേശുദേവനും ബുദ്ധഭഗവാനും രൂപം പൂണ്ടതാണ്. ഭഗവാൻ ഗുരുക്കന്മാരുടെ ഗുരു. ശ്രീ സത്യസായി പരബ്രഹ്മേണ നമഃ. ശാന്തി ശാന്തി ശാന്തി. 3-ാം അധ്യായം സമാപ്തം.